ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ടോറസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് ആയിട്ട് ബുക്കിംഗ് റീഡിംഗ് വേണം വെച്ചാൽ അതിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യുക. ഞാൻ 18th ഓഗസ്റ്റ് വരെ ബുക്ക്ഡ് ആണ്. അപ്പോൾ 18th കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഡേറ്റ് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്ത് വെക്കാം. എന്നുവെച്ചാൽ കുറേ വേറെ എൻക്വയറീസ് ഉണ്ട്. അപ്പോൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇമെയിൽ ചെയ്യുക. ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് അയക്കുന്നുണ്ട്. ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യേണ്ട കൂടെ ആൻഡ് അവിടെ ഞാൻ എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരും. ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക, ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക ആൻഡ് ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല വെച്ചാൽ എത്രയും നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യണോ അത്രയും എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും ആൻഡ് മുമ്പോട്ട് പോയിട്ട് അങ്ങനെയാണ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവാൻ തുടങ്ങുക വീഡിയോസൊക്കെ. അപ്പോൾ എത്രയും പറ്റുന്ന വെച്ചാൽ അത്ര ഇൻട്രാക്ട് ചെയ്യാം. ആൻഡ് നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് അവിടെ നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്, ഔട്ട്കം, ആക്ഷൻ എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നുണ്ട്. ആൻഡ് ഈ വീഡിയോനെ എൻഡ് വരെ കാണുക. എൻഡിൽ ഞാൻ ഔട്ട്കം ആൻഡ് ഈ റിലേഷൻഷിപ്പിൻ്റെ എന്തായിരിക്കും ഫ്യൂച്ചർ അതൊക്കെ നോക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾക്കിപ്പോൾ അവിടെ ചെല്ലാം ആൻഡ് എന്താണ് നിങ്ങളുടെ റീഡിങ്ങിൻ്റെ മെസ്സേജ് എന്ന് നോക്കാം. അപ്പോൾ ടോറസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ മെസ്സേജസ് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി ഈ സമയത്ത് എന്താണ്? നിങ്ങളുടെ ഓവറോൾ എനർജിയാണ് കിങ് ഓഫ് സ്വോർഡ്സ്, അക്വേറിയസ് എനർജി. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ക്വീൻ ഓഫ് വാൻഡ്സ്, ഫയർ സൈൻ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ ആണ് 4 ഓഫ് വാൻഡ്സ്. അപ്പോൾ ഇത് ടോറസ് അക്വേറിയസ് പേഴ്സൺ ആണ് ഇവിടെ ഞാൻ കാണുന്നത്. മേ ബി നിങ്ങളൊരു അക്വേറിയസിനെ കൂടെ ആയിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടാവുക. അതല്ല വെച്ചാൽ ഇത് നിങ്ങളുടെ എനർജി ആയിരിക്കാം. കുറച്ചൊരു കോൾഡ് ആൻഡ് ഡിറ്റാച്ച്ഡ് എനർജിയാണ് ഇത്. ഇമോഷൻസ് കൂടുതൽ നിങ്ങൾ ഷെയർ ചെയ്യണില്ല ആരുടെയും കൂടെ. പ്രാക്ടിക്കലായിട്ടാണ് ഡിസിഷൻസ് എടുക്കണേ. ഇവിടെ ഈ സമയത്ത് മേ ബി നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് അങ്ങനെ അത്ര കമ്മ്യൂണിക്കേഷനും ഉണ്ടാവില്ല. മേ ബി നിങ്ങൾ അങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ടാവില്ല നിങ്ങളുടെ ഫീലിങ്സ് ഓപ്പൺ ആയിട്ട്. ഇവിടെ ഹാർട്ട് ബ്രേക്ക് ഉണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, നിങ്ങൾ ഇമോഷണലി കണക്ട് ആവാൻ കുറച്ചൊരു ഡിഫിക്കൽട്ടിയാണ് ഈ സമയത്ത്. എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. ഈ പേഴ്സൺ കുറെ പാഷനറ്റ് എനർജിയിലാണ്. ഫയർ സൈൻ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഈ പേഴ്സൻ്റെ എനർജി ക്വീൻ ഓഫ് വാൻഡ്സ്. എന്തുകൊണ്ടാണ് 6 ഓഫ് കപ്സ്? അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണ് വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളുടെ കൂടെ റീകൺസൈൽ ചെയ്യാൻ ട്രൈ ചെയ്യും. അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. ഇവിടെ ഞാനൊരു റിലേഷൻഷിപ്പ് കാണുന്നുണ്ട്. അപ്പോൾ മേ ബി ഇതൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആണ്, ഓരൽസ് ഒരു മാരേജ് ആയിരിക്കാം. പക്ഷെ ഇവിടെ 4 ഓഫ് വാൻഡ്സ്, എംപറർ, ഏരീസ് എനർജി. പക്ഷെ ഇവിടെ എന്തോ ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റിയും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എന്തോ ഇവിടെ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. മേ ബി ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം, പക്ഷേ അത് ആവണം എന്നില്ല. പക്ഷേ ഇവിടെ ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ട്, ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. ആൻഡ് ഈ റിലേഷൻഷിപ്പ് ഒരു ലോസ്റ്റ് റിലേഷൻഷിപ്പ് മാതിരിയാണ് ഞാൻ ഇവിടെ കാണുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പേഴ്സൺ റീകൺസൈൽ ചെയ്യാൻ ട്രൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ എന്തായിരിക്കും ഫ്യൂച്ചറിൽ 8 ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ ഒരു സ്റ്റാഗ്നൻസി ഇവിടെ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ ക്ലാരിറ്റി വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടതെന്ന് അറിയാണ്ട് ഇരിക്കുമ്പോഴാണ് എന്തോ ഒരു ക്ലാരിറ്റി വരാൻ പോണേ. ആൻഡ് അത് കുറച്ച് സമയം എടുക്കും. എന്നുവെച്ചാൽ സ്ലോ മൂവിങ് എനർജിയാണ് ഇവിടെ നൈറ്റ് ഓഫ് പെന്റിക്കിൾസ്. അപ്പോൾ ഇവിടെ എന്താണ് ഏറ്റവും വലിയ ചാലഞ്ച് നിങ്ങളുടെ സൈഡിൽ നിന്ന്? നിങ്ങൾക്ക് തോന്നുന്നത് ഈ പേഴ്സൺ കുറേ ഒരു വേറെ ആൾക്കാരുടെ കൂടെ അവരുടെ എന്തെങ്കിലും ഒരു അഫെയർ ഉണ്ടായിരുന്നു, ഓറൽസ് അവർ വേറെ ആൾക്കാരെ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് തോന്നുന്നത് ഈ പേഴ്സൺ ഈക്വൽ ആയിട്ട് ഈ റിലേഷൻഷിപ്പിൽ കോൺട്രിബ്യൂട്ട് ചെയ്യില്ല. ഇതൊരു ഫിനാൻഷ്യൽ കാര്യവുമാവാം. പക്ഷെ എനിവേ ഇവിടെ ഒരു ഇംബാലൻസ് ഞാൻ കാണുന്നുണ്ട്. ജസ്റ്റിസ്, ഇതൊരു മാരേജ് ആണ് വെച്ചാൽ മേ ബി നിങ്ങൾക്ക് തോന്നുന്നത് ഇതൊരു ബാലൻസ്ഡ് റിലേഷൻഷിപ്പ് അല്ല. ഇവിടെ കുറേ സ്ട്രെസ് ഉണ്ട് നിങ്ങളുടെ സൈഡിൽ. ഈ പേഴ്സൻ്റെ എനർജി ഹാങ്ഡ് മാൻ ആണ്.
ഇവിടെ ഈ പേഴ്സന്റെ എനർജിയിൽ കുറെ ഒരു സ്റ്റാഗ്നേഷൻ ആണ് ഞാൻ കാണുന്നത്. ഒരു ന്യൂ സ്റ്റേബിൾ ബിഗിനിങ്, ഇതൊക്കെയാണ് ചാലഞ്ച്. പക്ഷെ അവർക്ക് എന്തോ എൻഡ് ചെയ്തിട്ട് വേണം ഈ പുതിയ ബിഗിനിങ് ഉണ്ടാവുക. ഓക്കെ, അവർ എക്സിസ്റ്റിംഗ് എനർജിയിൽ വന്ന മേ ബി നിങ്ങൾ ഇവരെ ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ എന്തോ ഈ പേഴ്സന്റെ ഉള്ളിൽ ഒരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ട് ഈ സമയത്ത്. ആൻഡ് ആ ചേഞ്ച് ഒരു വലിയ ചേഞ്ച് ആണ്. എന്നുവെച്ചാൽ ഇത് കംപ്ലീറ്റ്ലി പേഴ്സൺ ഒരു ചേഞ്ച്ഡ് വേയിലാണ് നിങ്ങളുടെ അടുത്ത് വരണേ. ആൻഡ് അതാണ് അവർക്ക് ഏറ്റവും വലിയ ചാലഞ്ച്. എന്നുവെച്ചാൽ എന്തോ ഇവിടെ എൻഡ് ആയിട്ടുണ്ട്. ആൻഡ് ആ എൻഡിങ് കഴിഞ്ഞിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ചൊരു ഡിഫിക്കൾട്ടാണ്. അവരുടെ മിസ്റ്റേക്സ് ആക്സെപ്റ്റ് ചെയ്യാനും അവർക്ക് ഡിഫിക്കൾട്ടാണ്. അപ്പോൾ ഇവിടെ എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്വൈസ്? ടോറസ്, പേജ് ഓഫ് കപ്സ് ആണ് അഡ്വൈസ്. ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. ഇതൊരു മാരേജ് ആണ് വെച്ചാൽ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് ഇതന്നെ പറഞ്ഞാൽ ഇവിടെ ഒരു അപ്പോളജി വന്ന മേ ബി ഒരു അപ്പോളജി വന്ന ഇവിടെ മേ ബി ട്രൈ ചെയ്യാനാണ് യൂണിവേഴ്സ് പറയണത്. ഒരു കൂടിയും ചാൻസ് ഇല്ല വെച്ചാൽ ഇതൊരു പുതിയ ബിഗിനിങ്ങും ആവാം. അപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ എന്താ വെച്ചാൽ യൂണിവേഴ്സ് പറയണത് ഇത് സമയം ഈ സമയത്തിന്റെ കളിയാണ് ഇത്. അപ്പോൾ ആ ശരിയായ സമയത്ത് നിങ്ങൾക്ക് അറിയും എന്താ ചെയ്യണ്ടേന്ന്. ഈ പേഴ്സണെ ഫൊർഗീവ് ആണോ ചെയ്യണ്ടേ, ഓരൽസ് ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണോ പോകണ്ടേ, അതാണ് നിങ്ങൾക്ക് മനസ്സിലാവും. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സമയത്ത് മേ ബി നിങ്ങൾക്ക് ഷുവർ അല്ല എന്താ ചെയ്യണ്ടേന്ന്. ഈ പേഴ്സന്റെ എനർജി 10 ഓഫ് പെന്റിക്കിൾസ് വിത്ത് നൈറ്റ് ഓഫ് വോൺസ് ആണ്. അപ്പോൾ നൈറ്റ് ഓഫ് വോൺസ് ഒരു അൺസ്റ്റേബിൾ എനർജിയാണ്. ഈ പേഴ്സൺ കല്യാണം കഴിച്ചിട്ടും ഒരു ഫാമിലിയൊക്കെ ഉണ്ടായിട്ടും വേറെ ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നു. എന്തോ അഫെയർസ് ഉണ്ടായിരുന്നു. ചില കേസസിൽ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു. അതൊക്കെ ഹീൽ ചെയ്താലേ ഈ റിലേഷൻഷിപ്പ് വർക്ക് ആവുള്ളൂ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ ഇൻറ്റൻഷൻസ് എന്താണ്? നിങ്ങൾ സൂക്ഷിച്ചിട്ടാണ് ഡിസൈഡ് ചെയ്യാൻ പോണത്. നിങ്ങൾ ഇങ്ങനെ ഹേസ്റ്റി ആയിട്ട് ഡിസിഷൻ എടുക്കില്ല. ഈ പേഴ്സന്റെ ഇന്റൻഷനിൽ 10 ഓഫ് സോഡ്സ് ആണ്. ഇവർ കുറെ ഹാർട്ട് ബ്രോക്കൺ ആണ്. ആക്ച്വലി അവർക്ക് അറിയാം അവർ നിങ്ങളെ ബിട്രേ ചെയ്തു എന്ന്. എന്നുവെച്ചാൽ ഇത് നിങ്ങളുടെ എനർജിയാണ്. ഓക്കെ, അപ്പോൾ അവർക്ക് അറിയാം അവർ നിങ്ങളെ ഡിസേർവ് ചെയ്യില്ല എന്ന്. പക്ഷെ എന്തായാലും ഞാൻ പറഞ്ഞ മാതിരി അവർ നിങ്ങളുടെ ഡയറക്ഷനിലേക്ക് വരും, ഒരു ഓഫർ കൊണ്ടുവരും. പക്ഷെ ഹീൽ ചെയ്യാനും നോക്കുന്നുണ്ട്. ഈ സമയത്ത് അവർ ഹീലിംഗിലാണ് ഫോക്കസ് ചെയ്യണത്. എന്താണ് ഔട്ട്കം? ഇവിടെ ഔട്ട്കം ആണ് ഏസ് ഓഫ് കപ്സ്. അപ്പോൾ ഔട്ട്കം ഒരു പുതിയ ബിഗിനിങ് ഉണ്ട്. ഇവിടെ ലവ് ഓഫർ ഉണ്ട് ആൻഡ് ഹാപ്പി റിലേഷൻഷിപ്പും ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അത് അഗൈൻ നിങ്ങളുടെ ചോയ്സ് ആണ് ടോറസ്. എന്നുവെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നാണ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറഞ്ഞ മാതിരി ഇത് ഈതർ ഒരു ഹാപ്പി റിലേഷൻഷിപ്പിൽ കൺവേർട്ട് ആവും, ഇല്ല വെച്ചാൽ നിങ്ങൾ വാക്ക് അവേ ചെയ്യും. പക്ഷെ ആ ഡിസിഷൻ നിങ്ങൾക്കാണ് എടുക്കേണ്ടത്. ഇത് ഈ പേഴ്സന്റെ സൈഡിൽ നിന്ന് ഇവർ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഡയറക്ഷനിൽ വരാൻ പോകുന്നുണ്ട്. ഒരു വെരി ന്യൂ എനർജിയിലാണ് അവർ പറയണത്. അപ്പോൾ അവർ കുറേയൊക്കെ ഹീൽ ചെയ്തിട്ടുണ്ട്. അവരുടെ ഇഷ്യൂസും പ്രോബ്ലംസിനെയൊക്കെ സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, ചേഞ്ച് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ വരുമ്പോൾ ഒരു പുതിയ പേഴ്സൺ ആയിട്ടാണ് വരണത്. ഇവിടെ എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ്? നോ. ഓക്കെ, അപ്പോൾ എന്തോ ഇവിടെ ഒരു നോ എന്ന മെസ്സേജ് ആണ്. ഇഫ് യു ബിലീവ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ബിലീവ് ചെയ്യേണ്ട വെച്ചാൽ അതേ ഉണ്ടാവുള്ളൂ. ഡോണ്ട് സ്റ്റോപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കുക. ബിഗ് ഹാപ്പി ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ എന്തോ വലിയ ചേഞ്ച് ഉണ്ടാവാൻ പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ നോ, ഡോണ്ട് സ്റ്റോപ്പും ഇഫ് യു ബിലീവ് എഴുതിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് നിങ്ങളുടെ ബിലീഫിൻ്റെ മുകളിലാണ്. ഞാൻ പറഞ്ഞ മാതിരി ചോയ്സ് നിങ്ങളുടെയാണ്. ഇവിടെ ഒരു ആൻസർ ക്ലിയർ ആയിട്ടില്ല. എന്നുവെച്ചാൽ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ ഒരു ക്ലിയർ ആൻസർ കിട്ടാൻ ഡിഫിക്കൾട്ടാണ്. നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അത് പറയാൻ ഡിഫിക്കൾട്ടാണ് എന്നുവെച്ചാൽ കുറേ ടോറസ് ഇത് നോക്കാൻ പോകണ്ട ഈ വീഡിയോ. അപ്പോൾ ഒരു പേഴ്സൻ്റെ റീഡിംഗ് അല്ല, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ ഔട്ട്കം ഒരു സ്പെസിഫിക് ആയിട്ട് വേണമെന്ന് വെച്ചാൽ ഒരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിൽ നിങ്ങളുടെ എനർജി മാത്രമാണ്. അപ്പോൾ അവിടെ കൂടുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്യും ആൻഡ് ക്ലാരിറ്റി കിട്ടും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇമെയിൽ ചെയ്യാൻ വെച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് അയക്കുന്നുണ്ട്. അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യാൻ എൻ്റെ കൂടെ അവിടെ എല്ലാം ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക, റെസൊനേറ്റ് അയച്ചാൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനലിനെ. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.